എന്നല്ലല്ലോ പറഞ്ഞത്. അതായത് അതിലെ പങ്കാളിത്തം പരിശോധിച്ചാൽ എസ് ഡി പി ഐയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ CPM വിരുദ്ധ രാഷ്ട്രീയത്തിലെ ആളുകൾ, അതിൽ വ്യത്യസ്ത പാർട്ടികളുണ്ട്. അവരാണത് വിജയിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ പാർട്ടി അനുഭാവികൾ പിന്നെ അതിൽ പങ്കെടുത്തു, പാർട്ടി നേതാക്കന്മാരങ്ങനെ പങ്കെടുത്തു, ആരെങ്കിലും പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ പിന്നെ ഒരു എന്താണ് സ്വാഗതം പറഞ്ഞു സുകുമാരൻ. 5 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതാണ്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവിടെ പിന്നെ കെട്ടിങ്ങൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ട് ഇവിടെ. ആ കെട്ടിങ്ങലിൽ പിന്നെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് കോൺട്രാക്ടർമാർക്ക് ആ മണ്ണ് നീക്കുന്നതിന് വേണ്ടി കരാർ കൊടുത്തത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വിലക്കി. അതിൽ നിന്ന് നടപടിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. അദ്ദേഹമാണ് അവിടെ ഇന്നലെ സ്വാഗതം പറഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് പറയാവുന്ന ആരെങ്കിലും പാർട്ടിയുടെ പിന്നെ അനുഭാവികൾ, പ്രധാനപ്പെട്ട പാർട്ടി മെമ്പർമാർ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതാണല്ലോ വന്നിട്ടില്ല. മതന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ ലക്ഷ്യമിടുന്ന പൂർണ്ണ നീക്കമാണ് എന്ന തരത്തിൽ ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി SDPI ഉൾപ്പെടെയുള്ള മതമൗലിക സംഘടനകളാണ് എന്ന് പറയുന്നത്. അപ്പോ ആ പരിപാടിക്ക് പങ്കെടുത്തതല്ല എന്നത് പിന്നിൽ തന്നെ അങ്ങനെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നത് അദ്ദേഹം ഇപ്പോൾ എടുത്തുപയോഗിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വർഗീയതയുടെയാണ്. അത് പിന്നെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് CPM എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ. നോക്കൂ നിങ്ങൾ, പിന്നെ മലപ്പുറം ജില്ലയിലെ CPMൽ അണിനിരന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ആരാ? മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതെങ്ങനെ പിന്നെ CPM മതവിരുദ്ധമായി മാറുന്നത്? അദ്ദേഹം തന്നെ ആക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹത്തെ നിസ്കരിക്കാൻ. അദ്ദേഹത്തിന് ഒരു വിലക്കുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അദ്ദേഹം പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൻ്റെയോ അതല്ലെങ്കിൽ നേതൃത്വത്തിലോ ഇരിക്കുന്ന ഒരാളല്ല. പാർട്ടി നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും അദ്ദേഹത്തിന് പാലിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നത് തടിയാണോ മോഹൻദാസ് ചെയ്യുന്നത്? എന്തൊരു ജൽപ്പനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് തന്നെ, നേരത്തെ അദ്ദേഹം ഇടതുപക്ഷ പിന്നെ സഹയാത്രികൻ എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ പ്രസംഗങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രസ്താവനകളാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത്. എങ്ങനെ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് എങ്ങനെ പറഞ്ഞത്? CPM ജില്ലാ സെക്രട്ടറി അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ല. ഒരു മിനിറ്റ് പറയട്ടെ. അതെന്താ പറഞ്ഞത്? CPMന്റെ പിന്നെ സംസ്ഥാന സെക്രട്ടറി അല്ല പിന്നെ PB അംഗവും മുഖ്യമന്ത്രിയും ആയിട്ടുള്ള പിണറായി വിജയൻ സികാവ് അങ്ങനെ പറഞ്ഞോ? ഇല്ല.